പഴയ ബസ് സ്റ്റാൻഡിന്റെ ഒരു മൂലയിൽ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു. എന്താണ് സംഭവം എന്നറിയുവാൻ ക്യാമറയുമായി ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. സദാ പുഞ്ചിരി തൂകിയ കൊച്ചു പെൺകുട്ടിക്ക് മുന്നിൽ കലാകാരിയായ മറ്റൊരു പെൺകുട്ടിയുമുണ്ട്. ഇവൾ അവളുടെ കാരിക്കേച്ചർ വരയ്ക്കുകയാണ്. ഇത്ര മാത്രമേ ഞാൻ അവിടെ കണ്ടുള്ളൂ. പക്ഷേ ഈ കാഴ്ചകൾക്ക് പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഒരു പെൺകുട്ടിയുടെ മുഖത്തെ മാഞ്ഞുപോയ പുഞ്ചിരി തിരികെ കൊണ്ടുവരുവാൻ ഒരു നാടും നാട്ടുകാരും ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ ഒരു കഥ. ഈ കഥയുടെ പ്രത്യേകത ഈ കഥയിൽ നിങ്ങൾക്കും പങ്കാളിയാകാം എന്നുള്ളതാണ്. പുരളിമലയുടെ താഴ്വാരത്തിലാണ് മനോഹരമായ ഈ ചെറുപട്ടണം. മലഞ്ചെരുവുകളിൽ സ്ഥിതി ചെയ്യുന്ന ധാരാളം ഗ്രാമങ്ങളെ ഒന്നിപ്പിക്കുന്ന വലിയൊരു വ്യാപാര കേന്ദ്രം കൂടിയാണ് ഈ പട്ടണം. മണ്ണിനോട് പൊരുതി പൊന്നുവിളയിച്ച കർഷകരുടെ നാട്. വിവിധ മതസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ എല്ലാവരും ഒന്നായി ജീവിക്കുന്ന അതിമനോഹരമായ ഒരു നാട്. ഈ നാടിന്റെ പേരാണ് പേരാവൂർ. പേരാവൂർ എന്ന ഈ മനോഹരമായ നാട്ടിൽ മാരിവില്ലിനഴകുള്ള സദാ പുഞ്ചിരി തൂകിയ ഒരു പെൺകുട്ടിയുണ്ട്. അവരുടെ പേരാണ് ഫിദ ഷെറിൻ. പക്ഷേ ഇന്ന് അവരുടെ മുഖത്ത് അന്ന് കണ്ട ആ പുഞ്ചിരിയില്ല. അവരുടേതെന്നല്ല, ആ വീട്ടിലെ ആരുടെ മുഖത്തും. ഫിദമോളുടെ അസുഖം ഭേദമാകണമെങ്കിൽ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കണം. അതിന് ഏകദേശം 45 ലക്ഷം രൂപയോളം ചിലവ് വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂലിവേല ചെയ്ത് ജീവിച്ചു പോകുന്ന ഈ കുടുംബത്തിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒന്നല്ല 45 ലക്ഷം എന്ന ഈ വലിയ തുക. അതിനായി പേരാവൂര് എന്ന നന്മയുള്ള നാട്ടിലെ നാട്ടുകാർ പല മാർഗങ്ങളിലൂടെ പണം തേടുകയാണിപ്പോൾ. അതിലൊന്നാണ് നമ്മൾ ഇപ്പോൾ കണ്ട ഈ കാരിക്കേച്ചർ ക്യാമ്പയിൻ. 30,000 രൂപയായിരുന്നു ഇവരുടെ ടാർഗറ്റ്. പക്ഷേ അതിലേറെ പണം ഈ ക്യാമ്പയിൻ കൊണ്ട് സ്വരൂപിക്കുവാൻ കഴിഞ്ഞു എന്നറിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷം തോന്നി. ചിത്രകാരിയായ വിസ്മയമോൾക്കും ഈ ക്യാമ്പയിന്റെ സംഘാടകർക്കും അതിന്റെ പ്രതിഫലം സർവശക്തൻ നൽകട്ടെ. നിങ്ങൾ കഴിയുന്ന ഒരു തുക താഴെ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഫിദമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതിലൂടെ ഒരു കുടുംബത്തിന്റെ കണ്ണുനീര് നമുക്ക് ഒപ്പിയെടുക്കാം. ഫിദമോൾ പുഞ്ചിരിക്കട്ടെ. ഞാൻ റയീസ് പുഴക്കര. വീണ്ടും കാണാം.